അപ്പൊ അങ്ങനെയാ തുടങ്ങുകയല്ലേ. എല്ലാവർക്കും നല്ലൊരു ഭരണകാലം, ഈ നാട്ടിലെ എല്ലാവർക്കും നല്ല കാലം. അങ്ങനെ നമ്മുടെ പൂക്കി CM അധികാരത്തിലെത്തുമ്പോ ഈദ് ദിനത്തിൽ ആദ്യമായി പെൻഷൻ മുടങ്ങിയിരിക്കുന്നു. വിഷുവിന്, ക്രിസ്മസിന്, ഓണത്തിനൊക്കെ സാധാരണ പെൻഷൻ വരുന്നതിൽ നിന്നും മുന്നേ കൂട്ടി പെൻഷൻ കൊടുത്തുകൊണ്ടിരുന്ന കഴിഞ്ഞ 10 വർഷക്കാലം ഓർമ്മയായി മാറുന്നു എന്നുള്ളതാണ്. ഒരു ഈദ് വന്നിട്ട്, ഒരു വലിയ പെരുന്നാൾ വന്നിട്ട് ആദ്യമായി VD സതീശൻ അധികാരത്തിലെത്തിയ ആദ്യ പെൻഷൻ കൊടുക്കേണ്ട ആ ദിവസം കാലാകാലങ്ങളായി കഴിഞ്ഞ 10 വർഷം നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു നല്ല കാര്യത്തെ ഇല്ലാതാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. കോൺഗ്രസ് വരുമ്പോൾ ഇവിടെ പല കാര്യങ്ങളും അവതാളത്തിലാകുമെന്ന് എത്ര പറഞ്ഞതാണ്. എത്ര കാര്യങ്ങളിലേക്ക് നമ്മൾ രാഷ്ട്രീയ നിരീക്ഷകരുടെ ചർച്ചകളിലേക്ക് പോയതാ. പിണറായിയെ മടുത്തു എന്ന് പറഞ്ഞുകൊണ്ട്, ഈ നാട്ടിൽ ദുർഭരണം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്, പിണറായിസം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്, വികസനത്തെ, ഈ നാടിന്റെ ക്ഷേമ പ്രവർത്തനങ്ങളെ, ഈ നാടിനെ ചേർത്ത് പിടിച്ചതിനെ മുഴുവനും മാറ്റി നിർത്തിക്കൊണ്ട് വലിയൊരു പ്രചണ്ഡ പ്രചാരം തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നില്ലേ VD സതീശനും UDF-ഉം ഈ കഴിഞ്ഞ നാളുകൾ മുഴുവനും? അറിയാതെ നമ്മുടെ ജനങ്ങൾ അതിനകത്തൊന്ന് കൺഫ്യൂസ്ഡ് ആയപ്പോ നോക്കൂ, ഒരു മാസം 15 ദിവസം കഴിയുമ്പോഴേക്കും വലിയ പെരുന്നാൾ എന്നൊരാഘോഷ ദിവസം, കഴിഞ്ഞ 10 വർഷം കൊടുത്തുകൊണ്ടിരുന്ന ആഘോഷങ്ങൾ വരുമ്പോൾ നേരത്തെ കൊടുത്തുകൊണ്ടിരുന്ന പെൻഷൻ കൊടുക്കാൻ കഴിയാതെ, അതിനെക്കുറിച്ചൊരു പ്രതികരണം പോലും ഇല്ലാതെ UDF സർക്കാർ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. എത്ര കാര്യങ്ങളിലേക്കാണ് ഇനി ഈ നാട് കടന്നു പോവുക എന്നുള്ളതാണ്. ഒരു രീതിയിലും ഭരണം ഇവിടെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന്റെ ഒരു ശുഭസൂചനയും തരുന്നുണ്ടോ? പറയൂ നിങ്ങൾ. ഏതെങ്കിലും രീതിയിൽ ഈ നാട് നന്നായേക്കാം എന്ന് കരുതിയിരുന്നവരെ പോലും 15 ദിവസം കൊണ്ട് മാറ്റി ചിന്തിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയതിന്റെ എത്ര ലക്ഷണങ്ങളാ നോക്കാം. നമുക്ക് ചില വകുപ്പുകളെ മാത്രം എടുത്താൽ പോലും നമുക്കറിയാൻ കഴിയുമല്ലോ. വലിയ രീതിയിൽ ആളുകൾ അട്രാക്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന, ആളുകൾ അഡ്മിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വികസനമാണ് KSRTC വകുപ്പിൽ ഉണ്ടായിക്കൊണ്ടിരുന്നത്. CP ജോൺ KSRTC സിക്കിലാണെന്ന് പറയുന്നു. ഇവിടെ യാതൊരു തരത്തിലും വൈദ്യുതിപരമായ ഒരു ക്ഷാമം നമുക്ക് നേരിടില്ല. നമുക്ക് ഏതറ്റം വരെയും പോകാൻ കഴിയും. വേണ്ടി വന്നാൽ തോറിയം നിലയങ്ങൾ നമുക്ക് സ്ഥാപിക്കാൻ കഴിഞ്ഞാൽ 200 വർഷത്തേക്കുള്ള തോറിയം നമ്മുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ കൃഷ്ണൻകുട്ടി എന്ന വൈദ്യുതി മന്ത്രിയിൽ നിന്ന് സണ്ണി ജോസഫ് ഏറ്റെടുത്തപ്പോ ആദ്യ വാർത്താ സമ്മേളനത്തിൽ തന്നെ നയം വ്യക്തമാക്കി, ഒരു സംശയവും വേണ്ട, വൈദ്യുതി ബോർഡ് സ്വയം പര്യാപ്തമല്ല, നമ്മൾ ഒന്ന് കരുതിയിരിക്കേണ്ടി വരും, പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന്. ഖജനാവിൽ പണമില്ല, പൂച്ച പെറ്റ് കിടക്കുന്നു. എങ്ങനെയാണ് കാര്യങ്ങളെ, എന്തൊക്കെയായിരുന്നു എന്റെ പ്ലാൻ നിങ്ങൾക്കറിയോ? പക്ഷെ അതെല്ലാം അസ്ഥാനത്താവുമെന്നാണ് തോന്നുന്നത്. ഇവിടെ 1 രൂപ പോലും ഇല്ല എന്ന് ഒരു പൗരൻ അവിടേക്ക് വിവരാവകാശം അറിയിച്ചു കൊടുത്തപ്പോ, വിവരാവകാശത്തിന്റെ റിക്വസ്റ്റ് കൊടുത്തപ്പോ വന്നു ലിക്വിഡ് മണി 5429 കോടിയുടേതെന്ന്. ഇങ്ങനെ എത്ര കാര്യങ്ങളാണ് വളച്ചൊടിക്കുന്നത്. ഈ നാടിനെ കൺഫ്യൂസ് ചെയ്യിച്ച് ഭരണം പിടിക്കാൻ ചെയ്തതുപോലെ തന്നെ കേറിയതിന് ശേഷവും കൺഫ്യൂസ് ചെയ്യിക്കുന്നതിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഒരു സംശയവുമില്ല. ആവശ്യമുള്ള കാര്യങ്ങൾക്ക് പ്രതികരിക്കാതെ ആവശ്യമില്ലാത്തത് മുഴുവനും ഇങ്ങനെ പ്രതികരിച്ച്, ഞാൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ എപ്പോഴും സദാസമയം സംസാരിക്കുന്ന ആളാണെന്നൊക്കെ വരുത്തി കൂട്ടി VD സതീശൻ ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ പറയാതിരിക്കാൻ വയ്യ, ഈ നാടിന്റെ അവസ്ഥ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. നിഷ്പക്ഷമതികളായ വോട്ടർമാരൊക്കെ ഒരുപക്ഷെ റിഗ്രറ്റ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ 2 ആഴ്ച കൊണ്ട് തന്നെ എത്തിപ്പെട്ടു എന്ന് പറയാതെ വയ്യ.